Hello friends, welcome back to my channel. Recently എനിക്ക് എന്നോട് കുറേ പേര് ചോദിച്ച ഒരു സംശയമാണ് പെൻസിൽ ഡ്രോയിങ്ങിന് വേണ്ടുന്ന കംപ്ലീറ്റ് ടൂൾസ് ഏതൊക്കെയാണെന്നുള്ളത്. അപ്പോൾ പെൻസിൽ ഡ്രോയിങ്ങിന് വേണ്ടുന്ന കംപ്ലീറ്റ് ടൂൾസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കും അതിനൊരു പൂർണ്ണമായിട്ടുള്ള ഒരു ഉത്തരവില്ല. പക്ഷേ ഞാൻ ഏതൊക്കെ മെറ്റീരിയൽസ് ആണ് യൂസ് ചെയ്യുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അത് ഓരോ ബ്രാൻഡും പറഞ്ഞുതരാം. അപ്പം നിങ്ങൾ വീഡിയോ തുടർന്ന് കാണുക, മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. കണ്ടതിന് ശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ സംശയങ്ങൾ എഴുതി ചോദിക്കാം. അപ്പം പെൻസിൽ ഡ്രോയിങ്ങിന് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് എന്തൊക്കെയാണെന്നാണ് ചോദ്യം. അപ്പം ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് പെൻസിൽ ഡ്രോയിങ്ങിന് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടുന്നത് പെൻസിലും പേപ്പറുമാണ്. അപ്പം ഞാനിവിടെ ഈ കഴിഞ്ഞ ഒരു 5 വർഷമായിട്ട് ഒരു 4-5 വർഷമായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന പെൻസിലാണ് ഇത്. സാധനം സ്റ്റെഡ്ലർ എന്ന് പറയുന്ന ബ്രാൻഡാണ്. അതിൻ്റെ മാർസ് ലൂമോഗ്രാഫ് സീരീസിലുള്ള ബ്ലൂ കളറിലുള്ള പെൻസിലാണ് ഇതാണ് എൻ്റെ പ്രൈമറി ടൂളെന്ന് ഞാൻ പറയുന്നത് ഈ പെൻസിലുകളാണ്. അതേപോലെ തന്നെ ഞാൻ ഉപയോഗിക്കുന്ന പേപ്പർ 1-2 ഡിഫറെൻറ്റ് ബ്രാൻഡ്സ് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്. ഞാനിപ്പം സൗദി അറേബ്യയിലായതുകൊണ്ട് എനിക്ക് ഇവിടെ ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള പേപ്പറുകളാണ് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് കാണുന്ന എൻ്റെ ഫ്രണ്ട്സ്, ഇന്ത്യയിലുള്ള എൻ്റെ ഫ്രണ്ട്സിന് നിങ്ങൾക്ക് ഈസിലി അവൈലബിൾ ആയിട്ടുള്ള അഫോർഡബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. അപ്പോൾ നിങ്ങളത് ചെക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ എൻ്റെ മെറ്റീരിയൽസ് ഓരോന്നായിട്ട് കാണിക്കാം. അതിന് ശേഷം കുറച്ച് റെക്കമെൻഡേഷൻസും സജഷൻസും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളതുകൂടെ ശ്രദ്ധിക്കുക. അപ്പം ആദ്യം പറഞ്ഞതുപോലെ തന്നെ സ്റ്റെഡ്ലറിൻ്റെ പെൻസിലുകളാണ് എൻ്റെ പ്രൈമറി ടൂള്. ഇന്ന് പേപ്പർ ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്നത് ലാസ്റ്റ് 2-3 ഡ്രോയിങ്ങിൽ ഞാൻ യൂസ് ചെയ്തത് ഈ ഫാബ്രിയാനോ എന്ന് പറയുന്ന ഈ ബ്രാൻഡിൻ്റെ ടെക്നിക്കൽ ഡ്രോയിങ് പേപ്പർ എന്നാണ് ഇവരിതിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത്. സ്മൂത്ത് സർഫസ് ആണ്. 240 GSM ഉള്ളത്. ഇത് സ്റ്റാൻഡേർഡ് ഇൻ്റർനാഷണൽ സൈസിലാണ് ഇത് വരുന്നത്. A4 വരുന്നുണ്ട്. അതേപോലെ തന്നെ എൻ്റെ കയ്യിൽ A3 ഉണ്ട്. കൂടാതെ മറ്റൊരു ബ്രാൻഡ് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്, സ്ട്രാത്മോർ എന്ന് പറയുന്നത്. അത് കുറച്ചുകൂടെ അതിൻ്റെ സർഫസ് സ്മൂത്തായിട്ടാണ് എനിക്ക് തോന്നിയത്. പക്ഷേ ഇതിൻ്റെ ഈ പേപ്പർ നല്ല വൈറ്റാണ്. ഇതിൻ്റെ ഒരു കളർ നല്ല വൈറ്റ് ആയതുകൊണ്ടാണ് എനിക്ക് ഇതിനോടൊരു താല്പര്യം തോന്നിയതുകൊണ്ടാണ് ഞാൻ ഈ ലാസ്റ്റ് ചെയ്ത ഡ്രോയിങ്ങുകളൊക്കെ ഇതിൽ ചെയ്തത്. പക്ഷേ സർഫസിൻ്റെ ക്വാളിറ്റി നോക്കുമ്പോഴും പേപ്പറിൻ്റെ ഡ്യൂറബിലിറ്റി നോക്കുകയാണെങ്കിലും സ്ട്രാത്മോറിനാണ് ഒരു മുൻതൂക്കം. ഇത് അത്യാവശ്യം നല്ല കട്ടിയുള്ള പേപ്പറാണ്. ഇതിൻ്റെ തിക്നെസ്സാണ് ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത് 240 gram/m². അതായത് GSM എന്ന് ചിലയിടത്ത് GSM എന്നായിരിക്കും എഴുതുന്നത്, gram/m² എന്നുള്ളതാണ്. അപ്പോൾ ഇനി ഇതിന് സപ്പോർട്ടീവായിട്ടുള്ള മറ്റ് മെറ്റീരിയൽസ് ഏതൊക്കെയാണെന്ന് ഞാൻ കാണിക്കാം. ഇത് ഞാൻ റീസെൻ്റ്ലി പർച്ചേസ് ചെയ്തൊരു മെറ്റീരിയൽ റാപ്പ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫാബ്രിക് റാപ്പാണിത്. ഇതിലിങ്ങനെ കംപ്ലീറ്റ് ടൂൾസും അറേഞ്ച് ചെയ്ത് വെക്കാൻ പറ്റും. ഞാൻ ഒരു സൈഡിൽ നിന്ന് പറഞ്ഞുതരാം എന്തൊക്കെയാണ് മെറ്റീരിയൽസ്, അതിൻ്റെ യൂസ് എന്തൊക്കെയാണെന്നും. പെൻസിലും പേപ്പറും ഏതാണെന്ന് ഞാൻ കാണിച്ചു. നിങ്ങളിപ്പോൾ ഈ കാണുന്നത് ഇത് പെൻസിൽ എക്സ്റ്റൻഡേഴ്സ് എന്ന് പറയും. അതായത് ഇതിൻ്റെ യൂസ് എന്ന് പറയുന്നത് പെൻസിൽ നമ്മൾ യൂസ് ചെയ്ത് അതിൻ്റെ ലെങ്ത് കുറഞ്ഞു വരും. അപ്പം ഇത് ലെങ്ത് കുറഞ്ഞു വരുമ്പോൾ ഇത് പിടിച്ച് നമുക്ക് വരയ്ക്കാനായിട്ടുള്ളൊരു ഡിഫിക്കൽറ്റി ഉണ്ടാകും. അപ്പം ആ ഒരു ഡിഫിക്കൽറ്റി ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടൂളാണ് ഈ സാധനം. ഇതിന് പെൻസിൽ എക്സ്റ്റൻഡേഴ്സ് എന്നാണ് പറയുന്നത്. ഇത് വലിയ പൈസയൊന്നുമില്ല, ഇത് ചീപ്പായിട്ടുള്ളൊരു മെറ്റീരിയലാണ്. പിന്നെയുള്ളത് ബ്ലെൻഡിങ് സ്റ്റമ്പൊക്കെ മുമ്പ് ചെയ്ത വീഡിയോസിൽ ബ്ലെൻഡിങ് മെത്തേഡിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുള്ള വീഡിയോസിൽ ബ്ലെൻഡിങ് സ്റ്റമ്പൊക്കെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നു. അപ്പം ഇതാണ് ഞാൻ ബ്ലെൻഡ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. അതോടൊപ്പം ടിഷ്യൂ പേപ്പർ യൂസ് ചെയ്യാറുണ്ട് ചില സാഹചര്യങ്ങളിൽ. ഇതൊരു വൈറ്റ് മാർക്കറാണ്. ഇത് യൂണി എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ യൂണി പോസ്ക, ഇതിൻ്റെ വൈറ്റ് മാർക്കറാണ്. 0.7 mm. ഇതാണ് ഞാൻ ചിലപ്പം ഈ ഡീറ്റെയിൽസൊക്കെ ഹൈലൈറ്റൊക്കെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് യൂസ് ചെയ്യാറുണ്ട്. ഇതിപ്പം മുടിയുടെയൊക്കെ എന്തെങ്കിലും ഹൈലൈറ്റ് ഇതേപോലെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം. ഇതൊരു കാലിഗ്രാഫി പെന്നാണ്. ഇത് ഞാൻ സിഗ്നേച്ചർ ഡ്രോയിങ് ചെയ്ത് കഴിഞ്ഞ് സിഗ്നേച്ചർ ഇടാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നൊരു പെന്നാണ്. അപ്പോൾ ഇത് രണ്ടും ഞാൻ ഒരു കമ്പാർട്ട്മെൻറ്റിൽ വെച്ചേക്കാണ്. ഈ കമ്പാർട്ട്മെൻറ്റ് നിങ്ങൾക്ക് കാണാം. അടുത്തത് ഇതാണ് മെക്കാനിക്കൽ പെൻസിലിൽ ഞാൻ യൂസ് ചെയ്യുന്ന ലെഡാണ്. ഇത് 0.35 HB ലെഡ്, ഫേബർ കാസ്റ്റലിൻ്റെ സൂപ്പർ പോളിമർ ലെഡാണിത്. ഇത് 0.5 mm 2B ലെഡ്.
കുറച്ച് കാലം മുമ്പ് ഇത് കാര്യമായിട്ട് യൂസ് ചെയ്തിരുന്നു. പക്ഷേ ഇപ്പോൾ ഞാൻ എൻ്റെ ഡ്രോയിങ്ങിൽ ഇതങ്ങനെ യൂസ് ചെയ്യാറില്ല. അത് യൂസ് ചെയ്യാത്തതിൻ്റെ കാരണം ഇതുണ്ട്, ഈ ആശാനാണ്. 0.5 mm 4B ലെഡാണ്. ഇത് നല്ല ഡാർക്കാണ്, നല്ല ഡാർക്കുമാണ്, അതേപോലെ ഷൈനിയുമാണ് ഈ ഒരു ഇതെന്ന് പറയുന്നത്. ഇത് ഞാൻ ഹെയർ വരയ്ക്കാനും അതേപോലെ തന്നെ ഫേഷ്യൽ ഹെയർസ്, മീശയും താടിയൊക്കെ വരയ്ക്കാനായിട്ട് ഞാനിത് യൂസ് ചെയ്യാറുണ്ട്. വളരെ നല്ല, അത് പെൻഡൽ എന്ന് പറയുന്ന ബ്രാൻഡാണിത്. ഇത് നല്ല ക്വാളിറ്റിയുള്ള സാധനമാണ്. ഇത് രണ്ടും മെക്കാനിക്കൽ പെൻസിലാണ്. ഇത് ഫേബർ കാസ്റ്റലിൻ്റെ ആണ്. വളരെ ചീപ്പായിട്ടുള്ള മെക്കാനിക്കൽ പെൻസിലാണിത്. ഇത് 0.5 mm ആണ്. ഞാൻ ഇതിനകത്ത് ഈ 2B ഇടാറുണ്ട്, ചിലപ്പോൾ HB ഇട്ട് യൂസ് ചെയ്യാറുണ്ട്. ഇതും രണ്ടും സെയിം ആണ്, രണ്ടും 0.5 mm ആണ്. അതേപോലെ തന്നെ എൻ്റെ കയ്യിലുള്ള വേറൊരു മെക്കാനിക്കൽ പെൻസിലാണ് ഇത് പെൻഡൽ എന്ന് പറയുന്ന കമ്പനിയുടെ ഗ്രാഫ് ഗിയർ 500 സീരീസിലുള്ളൊരു മെക്കാനിക്കൽ പെൻസിലാണ്. ഇതിൻ്റെ ഒരു പ്ലസ് പോയിൻ്റായിട്ട് എനിക്ക് തോന്നിയത് ഇതിൻ്റെ കൺസ്ട്രക്ഷനാണ്. ഈ പെൻസിൽ നല്ല കംപ്ലീറ്റ് മെറ്റൽ ബോഡി ആയതുകൊണ്ട് നല്ല ഹെവിയാണ്. നല്ല ഹെവി എന്ന് വെച്ചാൽ ഈ ഫേബർ കാസ്റ്റലിൻ്റെ ഈ ചീപ്പ് പെൻസിലിനെക്കാളും വെച്ച് നോക്കുമ്പോൾ അതിനേക്കാളും നല്ല വെയിറ്റ് ഉണ്ട് ഇതിന്. അപ്പോൾ ഇത് കയ്യിൽ നല്ല പിടിക്കുമ്പോൾ നല്ലൊരു ഫീലാണ്. അപ്പം ഇത് വരയ്ക്കാനൊക്കെ നമുക്കൊരു നല്ല ഫീൽ കിട്ടാറുണ്ട്. അതാണ് എനിക്ക് ഇതിനകത്തൊരു പ്ലസ് തോന്നിയത്. അല്ലാതെ ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ലൈനിൻ്റെ ക്വാളിറ്റിയിലോ അല്ലെങ്കിൽ ഡാർക്ക്നെസ്സിലോ വാല്യൂസിലോ ഒന്നും വ്യത്യാസമില്ല. കാരണം ഇത് മെക്കാനിക്കൽ പെൻസിലാണ്, ഇതൊരു ബോഡിയാണ്. ഇതിനകത്ത് യൂസ് ചെയ്യുന്ന ലെഡിലാണ് കാര്യം. ഞാനിതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത് ഈ 4B ലെഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പം നല്ല ഹെവി ആയതുകൊണ്ട് തന്നെ ഈ ഡാർക്കായിട്ടുള്ള ലൈൻസൊക്കെ വരയ്ക്കാനൊക്കെ എനിക്ക് കുറച്ച് ഈസി ആയിട്ട് ഇത് ഫീൽ ചെയ്യാറുണ്ട്. മെക്കാനിക്കൽ പെൻസിലിൻ്റെ ഒരു പർപ്പസ് എന്ന് പറയുന്നത് കോൺസ്റ്റൻറ്റ് വിഡ്ത്തിലുള്ള ലൈൻസ് വരയ്ക്കാൻ വേണ്ടിയിട്ടാണ് മെക്കാനിക്കൽ പെൻസിൽ യൂസ് ചെയ്യുന്നത്. സാധാ പെൻസിൽ യൂസ് ചെയ്യുമ്പോൾ അത് പെൻസിൽ തേഞ്ഞ് വരുന്നതിനനുസരിച്ച് അതിൻ്റെ ലൈനിൻ്റെ വിഡ്ത്ത് കൂടി വരും. അപ്പം ചിലപ്പോൾ നമ്മൾ ഈ ഫൈനായിട്ടുള്ള ഡീറ്റെയിൽസൊക്കെ വരയ്ക്കുമ്പോൾ അത് ആ ഒരു സൈസിലൊക്കെയുള്ളൊരു വ്യത്യാസം വരുന്നതുകൊണ്ടാണ് മെക്കാനിക്കൽ പെൻസിൽ യൂസ് ചെയ്യുന്നത്. അതേ ബ്രാൻഡിൻ്റെ തന്നെ ഗ്രാഫ് ഗിയർ 500 സീരീസിലുണ്ട് 0.35 mm. ഇത് 0.3 എന്നാണ്, 0.35 mm പെൻസിലാണ്. അപ്പോൾ ഇതും ഞാൻ ചില സമയത്ത് സ്കിൻ ടെക്സ്ചറൊക്കെ വരയ്ക്കുമ്പം ഫസ്റ്റ് ലെയറൊക്കെ കൊടുക്കാനായിട്ട് ഞാനിത് യൂസ് ചെയ്യാറുണ്ട്. പെൻസിൽ ഡ്രോയിങ്ങിന് ഒരുപാട് ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു സാധനമാണിത്. ടോംബോ എന്ന് പറയുന്ന കമ്പനിയുടെ മോണോ 0 ഇറേസർ. ഇത് സ്റ്റിക്ക് ഇറേസറാണ്. ഇതിങ്ങനെ പ്രസ് ചെയ്യുമ്പം ഇതിൻ്റെ ഉള്ളിലുള്ള ഇറേസറിൻ്റെ ഇത് ഇജക്റ്റ് ചെയ്ത് വരുന്നതാണ്. അപ്പം ഇത് യൂസ് ചെയ്യുന്നത് ഹെയർ വരയ്ക്കാനും സ്കിൻ ടെക്സ്ചർ ചെയ്യാനും അതേപോലെയുള്ള ഫൈൻ ഡീറ്റെയിൽസൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഡീറ്റെയിലിങ്ങിന് വേണ്ടിയിട്ടാണ് ഈ ഒരു മെറ്റീരിയൽ യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് ഇത് പെട്ടെന്ന് ഇതിൻ്റെ ടിപ്പ് ഇതിൽ ഈ ഗ്രാഫൈറ്റ് പെട്ടെന്ന് പറ്റി പിടിക്കും. അപ്പോൾ നമ്മൾ കൂടെ ക്ലീൻ ചെയ്യണം. കൂടെ ക്ലീൻ ചെയ്യുന്ന പറഞ്ഞാൽ ഒന്നുകിൽ നമ്മൾ ഏതെങ്കിലും തുണിയിൽ ഇത് റബ്ബ് ചെയ്തത് ക്ലീൻ ചെയ്യണം. പക്ഷേ അങ്ങനെ റബ്ബ് ചെയ്യുമ്പം ഇതിൻ്റെ അറ്റം തേയും പെട്ടെന്ന്. അതുകൊണ്ട് ഒരു നൈഫ് വെച്ച്, ഒരു ചെറിയൊരു നൈഫ് വെച്ച് ഇതിൻ്റെ ടിപ്പിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സ്ലൈസ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം ഈ സാധനത്തിനുണ്ട്. പക്ഷേ ഇത് ഒത്തിരി ഹെൽപ്ഫുള്ളാണ്. എനിക്കിത് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഈ ഒരു സാധനം. ഇത് ഞാൻ എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യുന്നൊരു സാധനമാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ യൂസ് നമ്മുടെ പ്രീവിയസ് വീഡിയോസിൽ ഇറേസറിനെ കുറിച്ച്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇറേസറിനെ കുറിച്ച് ചെയ്ത വീഡിയോസിൽ ഇതൊക്കെ കാണിച്ചിരുന്നു. ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, എന്താണ് ഇതിൻ്റെ പർപ്പസ് എന്നൊക്കെ ഉള്ളത് നമ്മളവിടെ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഫേവറേറ്റ് ടൂളാണ്. പിന്നെ നമ്മൾ ആദ്യം കാണിച്ച തന്നെ പെൻസിലുകൾ HB 2B ഞാൻ ഇതിനകത്ത് അറേഞ്ച് ചെയ്തതാണ്. ഞാൻ സ്റ്റെഡ്ലറിൻ്റെ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് HB 2B 4B പെൻസിലുകളാണ് സ്കിന്ന് ചെയ്യാനൊക്കെ യൂസ് ചെയ്യുന്നത്. അടുത്ത സ്റ്റെഡ്ലറിൻ്റെ തന്നെ മാസ് ലുമോഗ്രാഫിൻ്റെ ബ്ലാക്ക് സീരീസിലുള്ള പെൻസിലാണ് ഇത്. ഈ സ്റ്റെഡ്ലറിൻ്റെ ഈ പെൻസിലിൻ്റെ 8B ഗ്രേഡ് ഞാനിപ്പോൾ ഇതിനകത്ത് ഇട്ടേക്കുന്ന 8B ആണ്. ഈ 8B ഈ ടൈപ്പിലുള്ള ലെഡാണ് ഇതിനുള്ളിലുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് ഈ ഗ്രാഫൈറ്റ് കണ്ടൻറ്റ് കുറവാണ്. ഈ പെൻസിലുകളിൽ ഗ്രാഫൈറ്റ് കണ്ടൻറ്റ് കുറവായതുകൊണ്ട് ഇച്ചിരി കാർബൺ കണ്ടൻറ്റ് കൂടുതലാണ്. അതുകൊണ്ട് നല്ല ഡാർക്ക്നെസ് കിട്ടും. അതുപോലെ ഇച്ചിരി ഷൈനിയാണ്. ബ്ലെൻഡ് ചെയ്യാനൊരു അല്പം ഡിഫിക്കൽട്ടായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഹെയർ ഒക്കെ വരയ്ക്കാനും ബാക്ക്ഗ്രൗണ്ട് ഇത് ചെയ്യാൻ, അല്ലെങ്കിൽ ഡാർക്കായിട്ടുള്ള മറ്റ് ഏരിയസൊക്കെ കവർ ചെയ്യാനായിട്ട് ഈ പെൻസിൽ യൂസ് ചെയ്യും. ഫേബർ കാസ്റ്റലിൻ്റെ ഇവിടെ ഇൻഡിവിജ്വലായിട്ട് എനിക്ക് മേടിക്കാൻ കിട്ടുന്നതാണ് ഫേബർ കാസ്റ്റലിൻ്റെ പോളിക്രോമസ് എന്ന് പറയുന്ന കളർ പെൻസിലാണ്. ഞാൻ ലാസ്റ്റ് ചെയ്ത ഡ്രോയിങ്ങിൽ അയാളുടെ ക്ലോത്ത് ചെയ്തത്, ഫാബ്രിക് ടെക്സ്ചർ ചെയ്തത് മൊത്തം ഈ കളർ പെൻസിൽ വെച്ചിട്ടാണ്. പിന്നെ ഇനി അറേഞ്ച് ചെയ്ത ഇത്രയും പെൻസിലുകൾ ഞാൻ ഈ റീസെൻ്റായിട്ട് വാങ്ങിയതാണ്. ബ്ലെൻഡിങ് സ്റ്റംപ് പറഞ്ഞാൽ ഇവിടെ വെക്കാൻ സ്ഥലമില്ലാഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് മാറ്റി വെച്ചതേ ഉള്ളൂ. ഇതും ഒരു സ്റ്റിക്ക് റൈസറാണ്, കുറച്ചുകൂടെ ഡയമീറ്റർ കൂടിയ ഇതാണ്. പിന്നെ എൻ്റെ കയ്യിലുള്ളത്
ഒരു ജെൽ പെന്നുണ്ട്. ഞാൻ ഈ യൂണിപോസ്കയുടെ പെന്ന് കിട്ടുന്നതിന് മുമ്പ് അത് ഈ ഹൈലൈറ്റ് ചെയ്യുന്ന പർപ്പസിന് ഇതാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇത് ഇടയ്ക്കിത് യൂസ് ചെയ്യാറുണ്ട്. ചിലപ്പം ഞാൻ ഇതേപോലുള്ള എൻ്റെ റെഫറൻസ് ഞാൻ പ്രിൻ്റ് എടുത്തിട്ട് ഇതിൽ ഗ്രിഡ് ഇടാൻ വേണ്ടിയിട്ട് ഇത് യൂസ് ചെയ്യാറുണ്ട്. കാരണം ഇതിൽ ഗ്രാഫൈറ്റ് കൊണ്ട് വരയ്ക്കുമ്പോൾ ലൈൻസ് വിസിബിൾ ആകത്തില്ല. അപ്പം ഇതേപോലുള്ള വൈറ്റ് ജെൽപ്പിന് കൊണ്ട് ലൈൻസ് വരയ്ക്കുമ്പോൾ എനിക്കത് കുറച്ചുകൂടെ വിസിബിളായിട്ട് കിട്ടും. അപ്പോൾ കറക്റ്റായിട്ട് എനിക്കത് വരയ്ക്കാൻ പറ്റും. പിന്നെ ഇരിക്കുന്നത് 2 ബ്രഷാണ്. ഇതുണ്ട്. ഇതിൻ്റെ ബ്രിസിൽ ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞാണ്. ഇത് ലൈറ്റായിട്ട് സ്കിന്നിൻ്റെ ടെക്സ്ചറൊക്കെ ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് അവിടെ ഒന്ന് ഫ്ലാറ്റൻ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ജസ്റ്റ് ഒന്ന് അതിൻ്റെ മുകളിൽ കൂടെ റബ്ബ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. കാരണം അവിടെ ബ്ലെൻഡിങ് സ്റ്റംപ് യൂസ് ചെയ്ത് നമ്മൾ ടെക്സ്ചറിൻ്റെ ആ ലൈൻസ് വരച്ചതെല്ലാം കംപ്ലീറ്റ് ആയിട്ട് ബ്ലെൻഡ് ആയിപ്പോകും. ഇത് യൂസ് ചെയ്യുമ്പം പൂർണ്ണമായിട്ട് അത് ബ്ലെൻഡ് ആകത്തുമില്ല. നമുക്ക് ആവശ്യമുള്ള രീതിയിൽ ബ്ലെൻഡിങ് എഫക്റ്റ് കിട്ടും. കാരണം ആ ഗ്രാഫൈറ്റ് ആ പേപ്പറിലേക്ക് ഒന്ന് ഫ്ലാറ്റൻ ചെയ്യാൻ വേണ്ടിയിട്ടൊന്ന് പ്രസ് ചെയ്യുന്ന ആ ഒരു എഫക്റ്റിന് വേണ്ടിയിട്ടാണ് ഈ സാധനം യൂസ് ചെയ്യുന്നത്. ഈ ഇരിക്കുന്ന 3 മേക്കപ്പ് ബ്രഷുകളാണ്. ഇത് ചിലപ്പോൾ വളരെ സ്മൂത്തായിട്ടുള്ള ഏരിയാസൊക്കെ ഒന്ന് ബ്ലെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഇത് ചാർക്കോളൊക്കെ വരയ്ക്കുന്നവർക്കാണ് കുറച്ചുകൂടി ഈസി. ഇതൊരു ക്രാഫ്റ്റിംഗ് ടൂളാണ്. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും. ഇതുണ്ട്. ഇതിൻ്റെ 2 എൻഡിലും ഈ ബോൾ പോലെയാണ് ഇതിൻ്റെ 2 എൻഡും. ഇതിൽ ബോൾ സ്റ്റൈലസ് എന്നാണ് പറയുന്നത്. ഇതൊരു ക്രാഫ്റ്റിംഗ് ടൂളാണ്. ക്ലേ മോഡലിങ്, പോട്രിയൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ്. അപ്പോൾ ഈ ടൂളിൻ്റെ ഒരു ഉപയോഗം എന്താണെന്ന് വെച്ചാൽ ഈ ടൂൾ വെച്ച് നമ്മൾ പേപ്പറിൽ വരയ്ക്കും. പെൻസിൽ വെച്ച് വരയ്ക്കുന്ന പോലെ തന്നെ പേപ്പറിൽ വരയ്ക്കുമ്പോൾ അവിടെ ഒരു ഗ്രൂവ് ക്രിയേറ്റ് ആകും. അപ്പോൾ ആ ഒരു ഇംപ്രഷൻ്റെ മേളിൽ കൂടെ നമ്മൾ ഗ്രാഫൈറ്റ് ലെയർ ചെയ്യുന്ന സമയത്ത് ഈ ഗ്രൂവിലേക്ക് ഗ്രാഫൈറ്റ് ഇറങ്ങാതിരിക്കുകയും ആ ഒരു സ്പോട്ട് വൈറ്റ് ലൈൻസായിട്ട് വിസിബിൾ ആവുകയും ചെയ്യും. ഇത് വൈറ്റ് ഹെയർസ് വരയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഈ സിമിലർ ആയിട്ടുള്ള മെറ്റീരിയൽ ഇല്ലെങ്കിൽ നമുക്ക് എംറ്റി ആയിട്ടുള്ള അല്ലെങ്കിൽ മഷി തീർന്ന ഒരു ബോൾ പെൻ ഉപയോഗിച്ചിട്ട് നമുക്ക് വർക്ക് ചെയ്യാവുന്നതാണ്. ഇതേ റിസൾട്ട് തന്നെ കിട്ടും. അപ്പം എൻ്റെ കയ്യിലുള്ള ഡ്രോയിങ് മെറ്റീരിയൽസ്, പെൻസിൽ ഡ്രോയിങ്ങിന് ഞാൻ യൂസ് ചെയ്യുന്ന മെയിനായിട്ടുള്ള ഐറ്റംസ് ഇതൊക്കെയാണ്. പിന്നെ വേറെ 1-2 മെറ്റീരിയൽസ് എന്ന് പറയുന്നത് നിങ്ങൾ കഴിവതും ഇതേപോലൊരു ബ്രഷ്, ഈ ബ്രഷ് തന്നെ ആവണമെന്നില്ല, ഇതേപോലെ പെയിൻറ്റ് ബ്രഷ് ആയാലും മതി. അത് നിങ്ങളുടെ ഡ്രോയിങ്ങിൻ്റെ പേപ്പർ അതിൽ നമ്മൾ ഇറേസൊക്കെ ചെയ്യുമ്പോൾ ആ ഡസ്റ്റ് ഒക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. അതേപോലെ ഒരു സാൻഡ് പേപ്പറിൻ്റെ ഒരു ചെറിയൊരു പീസ് ഞാൻ എപ്പോഴും ഞാൻ വരയ്ക്കുന്ന ഡ്രോയിങ് ബോർഡിൻ്റെ അടുത്ത് വെക്കും. കാരണം ഇടയ്ക്ക് ഈ പെൻസിൽ ഇങ്ങനെ ഒന്ന് എപ്പോഴെങ്കിലും ഷാർപ്പൻ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വന്നാൽ നമുക്കത് ഷാർപ്പൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ മെക്കാനിക്കൽ പെൻസിലും ചിലപ്പം വളരെ ഫൈനായിട്ടുള്ള ലൈൻസ് വരയ്ക്കണം. ഈ 0.5 mm തന്നെ അതിൽ നിന്ന് കുറച്ചുകൂടെ ചെറിയ ലൈൻസാണ് വരയ്ക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇത് വെച്ചിട്ട് ഇതിൻ്റെ സൈഡിൽ ഇങ്ങനെ വെച്ചിട്ട് ഇത് ലൈറ്റായിട്ടൊന്ന് റബ്ബ് ചെയ്യുമ്പോൾ അതിൻ്റെ ആ ഒരു തിക്നെസ് കുറഞ്ഞ് കിട്ടും. അപ്പോൾ അത് വെച്ചിട്ട് വരയ്ക്കും. പക്ഷേ ബ്രേക്കേജ് ഇഷ്യൂസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എന്നാലും ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് വരയ്ക്കാൻ സാധിക്കും. പിന്നെ മറ്റൊന്ന് പെൻസിൽ ഷാർപ്പൻ ചെയ്യാനായിട്ട് ഞാൻ ഇതേപോലെ ഒരു സാധാരണ ഹാൻഡ് ഹെൽഡ് ഷാർപ്പനർ യൂസ് ചെയ്യുന്നുണ്ട്. സ്റ്റുഡൻറ്റ് ഗ്രേഡ് സാധനമാണ്. പിന്നെ എൻ്റെ കയ്യിലുള്ള ഒരു ഷാർപ്പനർ എന്ന് പറയുന്നത് ടേബിൾ ടോപ്പ് മാനുവൽ ഷാർപ്പനർ. ഇത് മുകളിലൊരു ഇങ്ങനെ പ്രസ് ചെയ്യുന്ന ഒരു ക്ലാമ്പുണ്ട്. ഇത് പ്രസ് ചെയ്തിട്ട് ഇത് പുറത്തേക്ക് ഇജക്റ്റ് ചെയ്യുക, പെൻസിൽ ഇതിനുള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്യുക, ഇത് വിടുക. അപ്പോൾ ഇതിവിടെ ലോക്കാവും. അതിനുശേഷം ഇതിന് പുറകിലുള്ള ലിവർ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് പെൻസിൽ നല്ല ഷാർപ്പായിട്ട് കിട്ടും. ഇതിൻ്റെ താഴെയുള്ള ഈ കമ്പാർട്ട്മെൻറ്റിലേക്ക് ഇതിൻ്റെ ഷേവിങ്സ് വന്ന് വീഴും. അതേപോലെ തന്നെ ഇറേസറിൻ്റെ കൂട്ടത്തിൽ വേറെണ്ണം യൂസ് ചെയ്യുന്നുണ്ട്. ഇത് നീഡബിൾ ഇറേസറാണ്. ഇതിൻ്റെ ഹാഫ് ഫാൻ എടുത്തേക്കാണ്. കണ്ടില്ലേ, ഇങ്ങനെ നീഡ് ചെയ്ത് സെൽഫ് ക്ലീനിങ് ഇറേസറാണ് ഈ സാധനം. പെട്ടെന്ന് അഴുക്കത് സെൽഫായിട്ട് അത് ക്ലീൻ ചെയ്യാൻ നമുക്ക് വീണ്ടും യൂസ് ചെയ്യാം. ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഗ്രാഫൈറ്റ് ചാർക്കോളൊക്കെ ലിഫ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇത് വെച്ചിട്ട് ചെറിയ ഡാർക്കായി പോയി ഏരിയയൊക്കെ ലൈറ്റായിട്ടൊന്ന് അവിടുത്തെ ഗ്രാഫൈറ്റോ അല്ലെങ്കിൽ ചാർക്കോളോ നമുക്ക് എടുത്ത് അവിടെ ഒന്ന് ഇച്ചിരി ഒന്ന് ലൈറ്റ് ആക്കണമെന്നുണ്ടെങ്കിൽ ഇത് വെച്ച് സാധിക്കും. ഇതും ഡീറ്റെയിലിങ്ങിന് യൂസ് ചെയ്യുന്ന ഒരു ഇറേസറാണ്. ഇതൊരു ബാറ്ററി ഓപ്പറേറ്റഡ് ഇറേസറാണ്. 2 AA സൈസ് ബാറ്ററിയുടെ ഇറേസറാണ്. ഒരു ബാറ്ററി ഇടുന്നതും അവൈലബിൾ ആണ്. ഇതിങ്ങനെ ഇതിൻ്റെ ടിപ്പിങ്ങിന് ഊരുക. ഇതിൻ്റെ ഈ ഇറേസർ റീഫില്ലർ നമുക്ക് സെപ്പറേറ്റ് വാങ്ങാൻ കിട്ടും. ഇത് വെച്ചിട്ട് റബ്ബ് ചെയ്ത് ഡീറ്റെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യാറുണ്ട്. ഈ പറഞ്ഞ മുമ്പ് കാണിച്ചെന്ന ഈ സാൻഡ് പേപ്പറിൽ ഇതിങ്ങനെ വരച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അറ്റം ഈ ബട്ടൺ പ്രസ് കഴിഞ്ഞാൽ ഇത് കറങ്ങിയിട്ട് ഇത് തേയും. ഇത് തേഞ്ഞിട്ടിങ്ങനെ ഒരു എന്താ പറയുക പെൻസിലിൻ്റെയൊക്കെ ടിപ്പ് വരുന്ന പോലെ ഷാർപ്പാക്കി കിട്ടും. അപ്പോൾ അത് നമുക്ക് പോയിൻ്റ് ചെയ്യാനൊക്കെ യൂസ് ചെയ്യാം. അപ്പം ഇത്രയാണ് എൻ്റെ കയ്യിലുള്ള ഞാൻ പെൻസിൽ ഡ്രോയിങ്ങിന് യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ്.
അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. അടുത്ത ഞാൻ ഇനി പ്ലാൻ ചെയ്യുന്നത് ഒരു കംപ്ലീറ്റ് പോർട്രേറ്റ്, ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു കംപ്ലീറ്റ് പോർട്രേറ്റ് ട്യൂട്ടോറിയലാണ് വിത്ത് വോയിസ് ഓവർ. ഫുള്ള് നരേറ്റ് ചെയ്തുകൊണ്ടൊരു വീഡിയോ ചെയ്യാനാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ഒരു A4 സൈസിലൊരു പോർട്രേറ്റ് വരയ്ക്കാം. അതായത് അതിൻ്റെ ബിഗിനിങ് തൊട്ട് അതിന് റെഫറൻസ് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, അതേപോലെ തന്നെ അത് പ്രിൻറ്റ് ചെയ്തിട്ട് അതിനകത്ത് ഗ്രിഡ് വരയ്ക്കുന്നതും ആ റെഫറൻസ് ഞാൻ വരയ്ക്കുന്ന പേപ്പറിലേക്ക് അത് ട്രാൻസ്ഫർ ചെയ്യുന്നതുമൊക്കെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടുള്ള ഒരു പ്ലാനിലാണ്. അപ്പം ഉടൻ തന്നെ ആ ഒരു വീഡിയോ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരേക്കും ഗുഡ് ബൈ.